ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. കേരളത്തിൽ ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീട് കൂടലാണ് ബേസിക്കലി നമ്മുടെ മൈജി ഷാജിയുടെ. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹോമാണത്. അദ്ദേഹത്തിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് മൈജി ഷാജി ആയത്. അതായത് കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുള്ള ഒരു ബ്രാൻഡിന്, ഇപ്പോൾ ഇലക്ട്രോണിക്സും മൊബൈലും വെക്കുന്ന എത്ര ആളുകളുണ്ട് കേരളത്തിൽ, അവരൊന്നും എന്തുകൊണ്ട് മൈജി ഷാജി ആയില്ല, എന്തുകൊണ്ട് മൈജി ഷാജി ആയി. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നെസ്റ്റോയെ പോലെ അല്ലെങ്കിൽ ലുലുവിനെ പോലെ ഗ്ലോബലി 100-200 ബ്രാഞ്ചുകളുള്ള വലിയ ബിഗ് ഷോട്ട്സ് ആയിട്ട് അവർ വളർന്നു, എന്തുകൊണ്ട് സാധാരണക്കാർ വളർന്നില്ല. അപ്പോൾ ബ്രോസ്റ്റ് വെക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ ചിക്കിങ്ങിനെ പോലെ ലോകത്ത് എല്ലായിടത്തും 250-ലധികം ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ 230-ലധികം ബ്രാഞ്ചുകളുള്ള വലിയൊരു ബ്രാൻഡായിട്ട് എങ്ങനെ അവർ മാറിയത്. ഇപ്പോൾ നമ്മുടെ കറി പൗഡറുകൾ വെക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ നമ്മുടെ ഈസ്റ്റേൺ കറി പൗഡറിൻ്റെ മീരാൻ സാഹിബ് എങ്ങനെയാണ് 1300-ലധികം കോടികൾക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഒരു പെർട്ടിക്കുലർ ഷെയർ അദ്ദേഹം വിറ്റു. അതൊക്കെ ഒരു ഗെയിം, ഇതൊക്കെ ഒരു പ്രോസസ്സാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അജ്ഫാൻ നമ്മൾ കേരളത്തിലുടനീളം കാരക്ക വിൽക്കുന്നവരും സ്വീറ്റ്സ് വിൽക്കുന്നവരും ഒരുപാടുണ്ട്. പക്ഷേ കേരളത്തിലുടനീളം ഇങ്ങനെ ബ്രാഞ്ച് ഇതിപ്പോൾ തുറക്കുമ്പോൾ ഇതിനൊക്കെ പൈസ വേണ്ടേ, എവിടുന്നാ പൈസ കിട്ടുക? ഇത് എല്ലാ ഷോപ്പിലും കൂടി മുതലാളിയായി ഞാൻ എങ്ങനെ ഓടിയെത്തും? ഞാനില്ലാതെ എങ്ങനെ ഇത് കാര്യങ്ങൾ നടക്കുക? നമ്മളിപ്പോൾ എംപ്ലോയിനെ ഏൽപ്പിച്ചാൽ ഓല് നമ്മളെ പറ്റിക്കൂലേ? ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ബേസിക്കലി ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക, ആ ബ്രാൻഡിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കുക, അതിന് നമ്മളില്ലാതെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റുക, അതിന് VC ഫണ്ടിങ്ങിന് പോവുക, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്ങിന് പോവുക. അപ്പോൾ എങ്ങനെയാണ് യൂസുഫ് അലി സാഹിബ് ഒരു 1-2 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിന് ഒരു നിശ്ചിത ശതമാനം വിറ്റിട്ട് ഒരു 20,000-30,000 കോടി രൂപ ഫണ്ട് റൈസ്? ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് അറിയുന്നവനാണ് ലോകത്തെ സ്മാർട്ട് ബിസിനസ്. ബാക്കിയുള്ളവരൊക്കെ ഹാർഡ് വർക്കേഴ്സാണ്. ഹാർഡ് വർക്ക് ചെയ്ത് അവർ മരിച്ചു പോകും, അവരുടെ ബിസിനസ്സും മരിച്ചു പോകും. സ്മാർട്ട് വർക്ക് എന്നവർ കുറഞ്ഞ കാലം കൊണ്ട് ഇതേപോലെ വലിയൊരു എമൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും, അതേസമയം അവരുടെ കാലശേഷം അവരുടെ ബിസിനസ് നിലനിൽക്കുകയും ചെയ്യും. ഈ പ്രോസസ്സ് സമഗ്രമായി പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ബിസിനസ് കോച്ചിങ് ക്യാമ്പാണ് ബേസിക്കലി ബിസിനസ് ഇമർഷൻ എന്നുള്ളത്. അപ്പോൾ നാളത്തെ ഒരു മൈജി ഷാജിയായി വളരണമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളെ ബിസിനസ് ഇമർഷനിലേക്ക് ക്ഷണിക്കുകയാണ്.